പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എഫാത്ത കുടുംബാംഗങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം. സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് ഈ മാർച്ച് മാസത്തില് ഒത്തിരി നല്ല നല്ല പ്രത്യേകത നിറഞ്ഞ നല്ല നിമിഷങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥനയിൽ ജീവിക്കുന്ന മക്കളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. നമുക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് മാസത്തില് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനയുടെ തുടക്കം. അതുപോലെ തന്നെ നോയമ്പിന് വേണ്ടി ഒരുങ്ങി നോയമ്പിൻ്റെ എല്ലാ നല്ല ചൈതന്യവും, അതായത് നമ്മൾ നല്ലതുപോലെ പ്രാർത്ഥിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി നമ്മുടെ മനസ്സിൻ്റെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് കഴിഞ്ഞ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം സങ്കടങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയാലും, എന്തെല്ലാം ആരെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോയാലും അവിടെയെല്ലാം നമ്മളെ സ്നേഹിക്കുന്ന കരുതലുള്ള ഒരു ദൈവമുണ്ടെന്നൊരു ഉത്തമമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഏതവസ്ഥയിലും നമ്മളെ സ്നേഹിക്കുന്ന തമ്പുരാന്റെ സ്നേഹത്തിന്റെ സാന്നിധ്യം, അതിന്റെ ഒന്നാമത്തെ തെളിവാണ് എൻ്റെ ജീവിതം. കഴിഞ്ഞ ദിവസം നിങ്ങളെ ചാനൽ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് എനിക്കറിയില്ല. ഒരു പ്ലേ സ്കൂള് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. ഇന്ന് 2-3 സ്റ്റാഫും അതുപോലെ കുറച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ആ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് തമ്പുരാൻ എന്നെ ഇരുത്തിയെങ്കിൽ ഒത്തിരി സഹനങ്ങളും തകർച്ചകളും ജീവിതത്തിൽ ഒത്തിരി സങ്കടപ്പെടുത്തുന്ന ചില മേഖലകളൊക്കെ ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ ആ കരത്തിൽ പിടിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ചേർന്ന് ആ സങ്കടങ്ങളും ആ സഹനങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് അത്രയും നല്ലൊരു സ്കൂളില് റെന്റ് കെട്ടിട ബിൽഡിംഗ് ആണത്. എങ്കിൽ പോലും തമ്പുരാന്റെ വലിയൊരു ദൈവികമായ സാന്നിധ്യത്തില് അനേകം കുഞ്ഞുങ്ങളുടെ ഇടയില് ഈശോയെ കൊടുക്കുവാനും അതുപോലെ അവർക്ക് അറിവിന്റെ ലോകത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം കുഞ്ഞുങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും ദൈവം അനുവദിച്ചതും അനുഗ്രഹിച്ചതും സഹനത്തെ സ്നേഹിച്ചതുകൊണ്ടും സഹനത്തെ അതിജീവിക്കാൻ തമ്പുരാന്റെ സ്നേഹ സാന്നിധ്യം ഉണ്ടെന്നൊരു ബോധ്യമുള്ളത്, നല്ല വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ ദൈവം എന്നെ അനുവദിച്ചത് എന്ന് വെച്ചുകൊണ്ട് എഫാത്ത പ്രാർത്ഥനയിൽ ആ പ്രയർ നിർത്താനോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പൊന്നും ഞാൻ നിർത്തിയിട്ടില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ എന്നെ അലട്ടിയപ്പോഴാണ് എനിക്കത് പ്രയർ ഇടാനായിട്ട് പറ്റിയില്ല. കാരണം എനിക്ക് സൗണ്ട് ഇച്ചിരി കംപ്ലൈൻറ്റ് വന്നു, അതുപോലെ ഫോണിന് കംപ്ലൈൻറ്റ് വന്നു. സാധാരണ പല രീതിയിലും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നൊരു മേഖലയൊക്കെ വന്നു. പിന്നെ ഒത്തിരി സഹനങ്ങൾ വീണ്ടും എൻ്റെ ജീവിതത്തിൽ എന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം 100 ഇരട്ടി ശക്തിയിൽ അനുഗ്രഹിച്ച നല്ല നിമിഷങ്ങളായിരുന്നു ഈ 3-4 മാസം എനിക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ദൈവം എനിക്ക് തന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹത്തോടുകൂടി നല്ലൊരു ഉറപ്പ് ഞാൻ തരുന്നു. സങ്കീർത്തകനോട് ചേർന്ന് 50-ാം അധ്യായത്തിലെ 15-ാമത്തെ തിരുവചനം നമ്മൾ എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ സങ്കടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ തകർച്ചയിൽ, നമ്മുടെ ബാധ്യത, കടബാധ്യതയായാലും ഏത് മേഖലയിലാണ് നിങ്ങൾ ഞെരുക്കപ്പെടുന്ന അവസ്ഥയിലും ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് തമ്പുരാന്റെ മുൻപിൽ നമ്മൾ ആ ഈശോയെ കൂട്ടുപിടിച്ചാൽ ഒരിക്കലും ചതിക്കില്ല ആ വ്യക്തി. ഒരിക്കലും ചതിക്കാത്ത, എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ കണ്ണടയ്ക്കുമ്പോഴും കണ്ണു തുറന്ന് നമ്മളെ നോക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ മുൻപിലും നിങ്ങൾ സങ്കടങ്ങൾ ഏറ്റുപറയേണ്ട. ആരും നമ്മളെ സഹായിക്കത്തില്ല. ഒരു വ്യക്തി പോലും നമ്മുടെ സങ്കടങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ തകർച്ചയിലോ നമ്മളെ ഒന്ന് സുഖിപ്പിച്ച് വർത്താനം പറയുന്നതല്ലാതെ പ്രവൃത്തി കൊണ്ട് അവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആരാധന സെന്ററുകളിൽ പോയിരുന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ വാ തോരാതെ ഈർന്നണിഞ്ഞ കണ്ണോടുകൂടി നിങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞാൽ ആ പരിശുദ്ധ കുർബാനയാകുന്ന പരിശുദ്ധ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, നിങ്ങളെ വളർത്തും, നിങ്ങളെ ഉയർത്തും, നിങ്ങളെ ശക്തിപ്പെടുത്തും. ഒന്നാന്തരം തെളിവാണ് എൻ്റെ ജീവിതം. ഇന്ന് ഈ മാർച്ച് മാസത്തില് തമ്പുരാന്റെ വലിയ നിമിഷം സ്വന്തമാക്കാൻ, ഏത് തെറ്റില് അകപ്പെട്ടു പോയൊരു വ്യക്തിയാണോ നീ, എത്രത്തോളം പാപപങ്കുലമായ ഒരു ജീവിതത്തിന്റെ ഉടമയാണോ നീ എങ്കിലും നീ എന്തുകൊണ്ടാ തെറ്റ് ചെയ്തു എന്ന് ചോദിച്ച് നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കൂടെയുള്ളത്. നിന്റെ പങ്കാളി നിന്നെ വിശ്വസിക്കില്ലായിരിക്കാം, നിന്റെ മക്കൾ നിന്നെ വിശ്വസിക്കില്ലായിരിക്കാം, പക്ഷെ നിന്റെ അയൽവാസി നിന്നെ വിശ്വസിക്കത്തില്ലായിരിക്കാം. എങ്കിലും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ സൃഷ്ടിച്ച, നിന്നെ ജന്മം നൽകി
നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്ന ദൈവം, നിന്നെ സൃഷ്ടിച്ചവന് പറ്റും നിന്നെ മാറ്റിമറിക്കാൻ. നല്ലൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നമ്മളിൽ തന്നെയുള്ള നമ്മുടെ നിരാശകളെല്ലാം എടുത്തു മാറ്റാൻ നമുക്ക് പറ്റണം. 2 സാമുവേൽ 15:31 അഭിഷേകം എന്നും ചോദിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അഹിതോഫലിന്റെ ആലോചന വ്യക്തമാകാൻ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ഉള്ളിലുള്ള അനാവശ്യമായ ആലോചനയും വിചാരവും വചനത്തിന്റെ ശക്തിയാൽ നിർവീര്യമാകാൻ വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ സ്ക്രീനിൽ ആ വചനം ഞാൻ ഇട്ടുതരാം. അതുപോലെ തന്നെ നമ്മളെ കാക്കുന്ന കാവൽ മാലാഖയോട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നെ കാക്കുന്ന കാവൽ മാലാഖേ, എന്നെ വിട്ടുപിരിയാതെ, അതായത് ഏതവസ്ഥയിലും നമ്മളെ വിട്ടുപിരിയാതെ നമ്മുടെ ഉറപ്പുള്ള സ്നേഹിതനാണ് നമ്മുടെ കാവൽ മാലാഖ. നമ്മളെ കാത്തു പരിപാലിക്കുന്ന കാവൽ മാലാഖ നന്മയുടെ പാതയിലൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും തിന്മയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകാതെ നന്മയായ വഴിയിലൂടെ നന്മ നിറഞ്ഞ നല്ല സുഹൃത്തുക്കള്, നന്മ നിറഞ്ഞ നല്ല ചിന്താഗതികള്, നന്മ നിറഞ്ഞ നല്ല അന്തരീക്ഷമൊക്കെ നമുക്ക് നൽകി നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ കാവൽ മാലാഖയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്തു പോയ എല്ലാ പാപക്കറകളും, എല്ലാ പാപാവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനായിട്ട് നമുക്ക് നല്ലതുപോലെ ഒരു മനസ്താപപ്രകടനമൊക്കെ ചൊല്ലി കുമ്പസാരത്തിന് ഒരുങ്ങി, കുമ്പസാരം എന്ന കൂദാശയോട് ചേർന്ന് കഴിഞ്ഞ ജീവിതത്തിൽ നമ്മൾ ചെയ്തു, അതായത് ഈ മാസത്തിൽ, അതായത് ഇന്ന് വരെ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപക്കറകളും കഴുകി നമ്മൾ മനസ്സുകൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യണം. അനാവശ്യമായ ആലോചനയും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഫോൺ വിളികൾ, ആവശ്യമില്ലാത്ത വ്യക്തികളുമായുള്ള സഹവാസങ്ങൾ, ആവശ്യമില്ലാത്ത ഭക്ഷണ രീതികൾ, എല്ലാം ശാരീരികമായും മാനസികമായും ആത്മീയമായ എല്ലാ മേഖലകളും, അനാവശ്യമായ പ്രാർത്ഥന, ചില ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകൾ, ചില പ്രാർത്ഥനകൾ നമുക്ക് വിഷമങ്ങൾ വരുമ്പോഴും പ്രമാണ ലംഘന മേഖലയിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കും. ആ മേഖലയിലൂടെയൊക്കെ സഞ്ചരിച്ചു പോയ പാവങ്ങള് ഒക്കെ എന്ന് തമ്പുരാന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങണം. നല്ലൊരു കുമ്പസാരം നടത്തണം. വിശുദ്ധമായൊരു ജീവിതം. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിച്ചില്ല എങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തമ്പുരാന്റെ ആ ഒരു സ്നേഹ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റണം. പരിശുദ്ധ കുർബാനയാകുന്ന പരിശുദ്ധ ആ സ്നേഹത്തോട് ചേർന്ന് നിന്നാൽ, ആ തീക്കട്ടയോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. വിശ്വാസത്തോടു കൂടി നീ പ്രാർത്ഥിച്ചാൽ, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ടോ മറ്റുള്ളവർ കണ്ടിട്ട് പോയിട്ടോ ഒന്നും കാര്യമില്ല. കാര്യസാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. നീ അറിഞ്ഞ ദൈവം, നിന്നെ മനസ്സിലാക്കുന്ന ദൈവം, നിന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്ന ഉത്തമമായ ബോധ്യം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു ആത്മശോധന പോലെ തരുന്നൊരു വചനമാണ് പ്രഭാഷകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിലെ 8 മുതലുള്ള വചനം. 8 മുതൽ 18 വരെയുള്ള വചനം വായിച്ചാൽ നമ്മുടെ ജീവിതത്തെ എപ്പോഴും നമ്മളെ തകർക്കുന്ന പാവമാണ് അഹങ്കാരം. ഇച്ചിരി പൈസയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ജോലി കിട്ടാതെ ഒരു ജോലിയൊക്കെ കിട്ടി നമുക്കുണ്ടാകുന്ന അഹങ്കാരം, കല്യാണം നടക്കാതെ ഒത്തിരി തടസ്സങ്ങൾ സൃഷ്ടിച്ച് പെട്ടെന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കല്യാണം നടന്നു കഴിയുമ്പോൾ നമ്മളൊക്കെ എന്തൊക്കെ വല്ല ആയി പോകുന്നൊരവസ്ഥ, കുഞ്ഞുങ്ങളില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു അഹങ്കാരം. എല്ലാ മേഖലയിലും നമുക്ക് അഹങ്കാരം ഉണ്ടാകാം. ഇച്ചിരി വണ്ണമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകും ചിലർക്ക് അഹങ്കാരം. ഇച്ചിരി സൗന്ദര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് അഹങ്കാരം വരും. ഈ അഹങ്കാരം എന്ന ദുഷിച്ച ആ ഒരു സാധനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജീവിതം അകത്തി കളഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതം ഭയങ്കരമായിട്ട് വിജയിക്കും. എന്നിലും നിന്നിലും നമ്മളെല്ലാവരിലും ഉള്ളൊരു കുറവാണ് അഹങ്കാരം. ഞാനും പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്. എൻ്റെ ജീവിതം എനിക്കെല്ലാം തികഞ്ഞു. നമുക്ക് ആർക്കും ഒന്നും തികഞ്ഞിട്ടില്ല. നമുക്ക് തികയുന്ന ഒരു ദിവസം നമ്മൾ വിളിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ. നമ്മൾ മരിച്ചാൽ പോലും നമ്മൾ ആരാ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളുള്ള അഹങ്കാരം എടുത്ത് മാറ്റാൻ ഈ വചനം വായിച്ചാൽ നിങ്ങൾക്ക് പറ്റും. സങ്കീർത്തനം 50-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ഓർക്കണം. അനർത്ഥകാലത്ത് നമ്മുടെ സങ്കടപ്പെടുന്ന എല്ലാ ഏത് സാഹചര്യത്തിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ പറ്റണം. 2, അഹങ്കാരമെന്ന ആ ദുഷിച്ച ശക്തി നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിലെ 8 മുതലുള്ള വചനം നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് വായിച്ചു നോക്കാം. 8-ാമത്തെ വചനം ഇതാണ്: അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസ്സാര രോഗമെന്ന് വിശ്വങ്കരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ
പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ഇതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ഈ അഹങ്കാരമെല്ലാം നമ്മളിൽ തന്നെ, നമ്മുടെ ഉള്ളിലുള്ള പങ്കുലമായ ഈ ചീഞ്ഞളിഞ്ഞു പോകുന്ന മണ്ണോട് പൊടിയായി പോകുന്ന, മണ്ണോട് ചേർന്ന് പോകുന്ന പൊടിയായി മാറുന്ന ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപക്കറകൾ, അഹങ്കാരം എന്ന ആ ദുഷിച്ച ശക്തിയിൽ നിന്നും ഒരു മോചനം കിട്ടാനായിട്ട് നമുക്ക് 1 ദിനവൃത്താന്തം 4:10 നമ്മുടെ വീടിനെയും നമ്മുടെ ഭൂമിയെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, ഭവനത്തെ, സ്ഥാപക ജംഗമ ഉപകരണ സാമഗ്രികളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കുകയും വിപത്തുകൾ എന്നെ കാത്തുകളയും ചെയ്യുന്ന പ്രാർത്ഥനയോടെ സന്തോഷം നിറഞ്ഞ നല്ലൊരു നോയമ്പ് നമുക്ക് തുടക്കമിടാം. നല്ലൊരു കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെയൊക്കെ ഒരു അംഗമാകുവാൻ, നല്ല വ്യക്തികളാകുവാൻ, ഈശോയെ സ്നേഹിക്കുന്ന മക്കളാകുവാൻ, ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധതയുള്ള നല്ല മക്കളാകുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കാൻ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും നല്ലൊരു കുമ്പസാരത്തിലുള്ള ഒരുക്കത്തിലുമൊക്കെ അഭിഷേകമായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.